അമേരിക്ക കാനഡ വാണിജ്യ തർക്കം രൂക്ഷമാകുന്നു. താരിഫ് നിയന്ത്രിക്കുന്നതിന് സംബന്ധിച്ച US കാനഡ ചർച്ചകൾ നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ള കാനഡയുടെ നീക്കത്തെ തുടർന്നാണ് ചർച്ചകൾ നിർത്തിവെച്ചത്. In the face of unrelenting economic warfare, the United States can no longer continue with a policy of unilateral economic surrender. We cannot pay the deficits of Canada, Mexico, and so many other countries. We used to do it. We can't do it anymore. We take care of countries all over the world. We pay for their military. We pay for everything they have to pay. And then when you want to cut back a little bit, they get upset that you're not taking care of them any longer. But we have to take care of our people, and we're going to take care of our people first. And I'm sorry to say that. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, തുടക്കം മുതലേ തന്നെ അമേരിക്കയുടെ അധിക താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്ക കാനഡ തർക്കം രൂക്ഷമായിരുന്നു. ഇപ്പോൾ ആ വാണിജ്യ തർക്കം അതിരൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാനഡ അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ളൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. അത് നേരത്തെയുള്ള ഒരു വാണിജ്യ തർക്കത്തിന്മേലുള്ള ചർച്ചകൾക്ക് കൂടി വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലേ? തീർച്ചയായും രോഹിണി, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക കാനഡയ്ക്ക് ചുമത്തിയ അധിക താരിഫ്, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയായ കാനഡയുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക്, സ്റ്റീൽ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള നികുതി ചുമത്താനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് താരിഫ് ചുമത്താനുള്ള നീക്കം നടത്തിയിരുന്നു. ഈ താരിഫ് ചുമത്താനുള്ള നീക്കം കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. കാനഡയിലെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മാർക്ക് കാർണി അധികാരത്തിലേറ്റതിനും തുടർന്ന് G7 സമ്മേളന വേദിയിലുള്ള ചർച്ചകളുമെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അധിക താരിഫ് ചുമത്തുന്നതിൽ നിന്നും അല്പ ദിവസത്തേക്ക് മാറി നിൽക്കാൻ അല്ലെങ്കിൽ നീട്ടിവെക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ നീക്കം നിലനിൽക്കുന്നതിനിടെയാണ് കാനഡയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാടുണ്ടായത്. വളരെ കൃത്യമായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല കോമേഴ്സ് പോർട്ടലുകളും, ആമസോൺ പോലുള്ള കോമേഴ്സ് പോർട്ടലുകളെ കൃത്യമായി 3% നികുതിക്ക് കീഴിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമായിരുന്നു കാനഡ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇതോടെയാണ് വീണ്ടും ഈ വാണിജ്യ തർക്കങ്ങൾ രൂക്ഷമാവുകയും ചെയ്തത്. ഏതാണ്ട് ശക്തമായി തന്നെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലെല്ലാം തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമ പോസ്റ്റിന്റെയും നേരത്തെ നമ്മൾ കേട്ടതുപോലുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകളുടെയും, അതായത് കാനഡയുടെ ധനക്കമ്മികളിൽ നിന്നും നികത്താനുള്ള ചുമതലയൊന്നും തങ്ങൾക്കില്ല എന്ന നിലപാട്, അതായത് കൃത്യമായി പഴയ രീതിയിലുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ട്രംപ് അധികാരമേറ്റ ആ കാലഘട്ടത്തിൽ കാനഡയുമായി ഉണ്ടായിരുന്ന ആ ബന്ധത്തിലെ ആ ഒരു വിള്ളൽ അതുപോലെ തന്നെ വീണ്ടും തുടരുകയും അത് കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യുന്നു എന്ന വിവരമാണ് ഈ നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം, അതിന്റെ റേറ്റുകൾ സംബന്ധിച്ചുള്ള തീരുമാനം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അത് കൊമേഴ്സ് പോർട്ടലുകളെ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% താരിഫ് ഏർപ്പെടുത്തിയത് ഒരു പക്ഷേ കാനഡ പിൻവലിക്കുകയോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റമുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു മറുപടി കൃത്യമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് ആലോചനാ വിഷയമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കാനഡയുമായുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ താരിഫുമായി ബന്ധപ്പെട്ട് മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ നിലപാടുകൾ വലിയ രീതിയിലുള്ള വാണിജ്യ തർക്കങ്ങളിലേക്കും പലതരത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വീണ്ടും രൂക്ഷമാകുന്നു എന്നാണ് പുതിയ ട്രംപിന്റെ നിലപാടും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.